തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ സ്ഥിരമായി കാണാറുള്ള കാഴ്ചയാണ് കൂറുമാറ്റം. അത്തരത്തിലൊന്നായിരുന്നു ഈ അടുത്ത് നടന്ന പത്മജ വേണുഗോപാലിൻ്റെതും. മുതിർന്ന കോൺഗ്രസ് നേതാവും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ BJP-യിൽ ചേർന്നത് വലിയ വാർത്തയാവുകയാണ്. അതുപോലെ തന്നെയായിരുന്നു AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടേതും. എന്നാൽ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോഴായിരുന്നില്ല അനിൽ പാർട്ടി മാറിയതെന്നു മാത്രം. അതുപോലെ ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് CPM-മായി ബന്ധപ്പെട്ടുള്ളതാണ്. ത്രിപുരയിലാണ്. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ മാണിക് സർക്കാരിന്റെ മക്കൾ BJP-യിൽ ചേർന്നു എന്നതാണ് വാർത്ത. ചുവപ്പ് നരച്ചാൽ കാവി. ത്രിപുര CPM മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരിന്റെ മകളും മകനും BJP-യിൽ ചേർന്നു എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പ്രചരിക്കുന്നത്. എന്താണ് ഈ കൂറുമാറ്റത്തിന് പിന്നിലെന്ന് പരിശോധിക്കാം. അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മക്കൾ BJP-യിൽ ചേർന്നാൽ അത് വലിയ രീതിയിൽ വാർത്തയും ചർച്ചയും ഒക്കെ ആകേണ്ടതാണെന്നിരിക്കെ ദേശീയ മാധ്യമങ്ങളിലോ പ്രാദേശിക മാധ്യമങ്ങളിലോ ഇത്തരമൊരു വാർത്ത വന്നതായി കണ്ടിട്ടില്ല. തുടർന്ന് മാണിക് സർക്കാരിനെ കുറിച്ചുള്ള വിവിധ മാധ്യമ റിപ്പോർട്ടുകളും പരിശോധിച്ചു. ഈ വാർത്തയുടെ വസ്തുത പരിശോധിക്കാൻ മാണിക് സർക്കാരിന്റെ കുടുംബത്തെക്കുറിച്ച് ആദ്യം അറിയണം. പ്രത്യേകിച്ച് മക്കൾ എന്തു ചെയ്യുകയാണെന്ന് അറിയണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ മാണിക് സർക്കാരിനും ഭാര്യ പാഞ്ചാലി ഭട്ടാചാര്യയ്ക്കും മക്കളില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ത്രിപുര നിയമസഭയുടെ വെബ്സൈറ്റിൽ മാണിക് സർക്കാരിൻ്റെതായി നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ മക്കളുടെ എണ്ണം രേഖപ്പെടുത്താനുള്ള ഭാഗം പൂരിപ്പിക്കാതെ വിട്ടിരിക്കുന്നതായും കാണാം. അതേസമയം മാണിക് സർക്കാരിന്റെ ഭാര്യയുടെ പേര് വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. 2018 ഫെബ്രുവരി 1 മാണിക് സർക്കാരിനെ കുറിച്ച് NDTV പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് 2000 രൂപ മാത്രം ബാങ്ക് ബാലൻസ് ഉള്ള ദരിദ്രനായ മുഖ്യമന്ത്രി എന്നാണ്. ഈ ലേഖനത്തിൽ തന്നെ മാണിക് സർക്കാരിനും ഭാര്യ പാഞ്ചാലി ഭട്ടാചാര്യയ്ക്കും മക്കളോ ആശ്രയിക്കുന്ന മറ്റാളുകളോ ഇല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ആഡംബര ജീവിതം നയിക്കുന്നവരല്ല ഇരുവരുമെന്നും ലേഖനത്തിൽ നിന്ന് വ്യക്തമാണ്. മാണിക് സർക്കാർ 1998 മുതൽ 2018 വരെ 20 വർഷം ത്രിപുരയുടെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആളാണ്. മുഖ്യമന്ത്രിയായിരിക്കെ ലഭിച്ച ശമ്പളം ഉൾപ്പെടെ പാർട്ടിക്ക് സംഭാവനയായി നൽകിയ മാണിക് സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായിരുന്ന ഭാര്യ പാഞ്ചാലി ഭട്ടാചാര്യയ്ക്കൊപ്പം ലളിതമായ ജീവിതമാണ് നയിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ സർക്കാർ വക വാഹനങ്ങളോ മറ്റോ ഉപയോഗിച്ചിരുന്നില്ല, യാത്ര ചെയ്യാൻ പൊതുഗതാഗതമാണ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരിന്റെ മക്കൾ BJP-യിൽ ചേർന്നു എന്ന പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് വേളയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മുഖ്യമന്ത്രി എന്ന വിശേഷണമാണ് മാധ്യമങ്ങളടക്കം മാണിക് സർക്കാരിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് എന്നുകൂടി മനസ്സിലാക്കാം. പ്രചരിക്കുന്ന ഫോട്ടോയുടെ സത്യാവസ്ഥ അറിയാൻ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരം ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരിയാണ് ചിത്രത്തിലുള്ളത് എന്നാണ്. സുവേന്ദു അധികാരി പങ്കെടുത്തൊരു BJP യോഗത്തിൽ നിന്നുള്ള ചിത്രമാണ് മാണിക് സർക്കാരിന്റെ മക്കളുടെ ഫോട്ടോ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്.